തൃശ്ശൂരിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു കലാപ്രകടനത്തിലേക്കാണ്. അമൽ പരിചയപ്പെടുത്തു, ആരാണ് നമ്മൾക്ക് വേണ്ടി പെർഫോമൻസ് കാഴ്ച? മോളിന്റെ പേര്? പത്മ. പത്മ. എവിടെയാണ് സ്ഥലം? ഏതാണ് സ്കൂള്? ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ല. ആദ്യമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്കൂളിൽ നിന്ന് ഒരു മത്സരാർത്ഥി നമുക്ക് കിട്ടുന്നത്. എന്തായിരുന്നു ഐറ്റം? ഞാൻ മോണാക്ടിനായിരുന്നു. മോണാക്ട് ആയിരുന്നു. റിസൾട്ട് വന്ന് കാണും. എ ഗ്രേഡ് ഉണ്ട്. സന്തോഷം മുഖത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാണ്ട്, മോണാക്ട് ഇവിടെ അവതരിപ്പിച്ചു. ഇത്തവണ ജില്ലാ കലോത്സവത്തിലെ നാടകത്തിലെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു അല്ലെ? നാടകത്തിലും സജീവമാണ്. അപ്പൊ ഇത്തവണ നാടകത്തിൽ മത്സരിച്ചില്ലേ? നാടകത്തിൽ സെക്കൻഡ് എ ഗ്രേഡ്. അതിന്റെ ചെറിയ നിരാശയുണ്ട്. പക്ഷെ അത് നമുക്ക് മോണാക്ടിലെ അങ്ങ് എന്താ തൃപ്തിപ്പെടാം, ടാലിയാക്കണം. ഓക്കെ, അപ്പൊ തുടങ്ങാം പെർഫോമൻസിലേക്ക് പോകും. ഓക്കെ. അരെ ഹിമാൻഷി വാതിൽ തുറക്കൂ. അരെ ഹിമാൻഷി വാതിൽ തുറക്കൂ. നാളെ നിന്റെ വിവാഹമാണ്. ആൾക്കാരെത്തിയെന്ന്. അമ്മ, നാളെ മുതല് ഞാൻ എന്റെ കൊച്ചു മുറിയോട് വിട പറയുകയാ. അല്പം നേരം കൂടെ നിന്നോട്ടെ അമ്മ. മോളെ ഹിമാൻഷി, നാളെ നിന്റെ വിവാഹമാണ്. ഒരു നേവൽ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കാണും. എനിക്കറിയാം, എന്റെ മോള് മിടുകയാണ്. ഏറ്റവും സുന്ദരമായ സന്തോഷകരമായ ഒരു ജീവിതം നിനക്കുണ്ടാകട്ടെ. ഓ, നിങ്ങൾ അവിടെ ഇങ്ങനെ കൊച്ചിക്കല്ലേ? കല്യാണം ഇങ്ങെത്തി. പക്ഷേ നാളെ മുതൽ പുതിയ കരുക്കൾ നീക്കണം. പണവും പണ്ടവും കണ്ട് ആർത്തി പിടിക്കുന്ന കശ്മലന്മാർ നിനക്കു ചുറ്റുമുണ്ട്. പെൺകുട്ടികൾ പരാജിതരാകാൻ പാടില്ല. അതാ നാരീശക്തി. അമ്മാവാ, വിനയ് നർവാൾ ഒരു സത്യസന്ധനായ പട്ടാള ഉദ്യോഗസ്ഥനാ. മഞ്ഞിലും മഴയിലും ചൂടിലും രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ വരെ തരാൻ തയ്യാറായ ഒരു ധീര യോദ്ധാവാണ് അയാൾ. വിനയ് നർവാൾ. ഓം സീതാ കല്യാണ വൈഭോഗമേ, ലക്ഷ്മി കല്യാണ വൈഭോഗമേ. പരസ്പരം ഒരു ആരെണിക ആക്തിക്ക് ചുറ്റും മൂന്നോട്ടം വല വെക്കുക. ആ സരസ്വതി സുപ്രസീത സുപ്രസന്ന വരദാസ്ഫടികമണി സമാധാനമാന. എന്താ ഹിമ, താമസം മാറിയതുകൊണ്ടാണോ ഒന്നും മിണ്ടാത്തത്? എന്തായാലും നാളെ നമ്മളൊരു യാത്ര പോവുകയാ. ഹണിമൂൺ ട്രിപ്പ്. വേഗം ഉണരണം. ഇതുവഴി, ഇതാണ് പഹൽഗാമിലേക്കുള്ള വഴി. എത്ര സുന്ദരമാണ് പഹൽഗാം. ഭൂവനങ്ങളിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടമാണ്. ഇവിടമാണെന്ന് കവി പറഞ്ഞത് പഹൽഗാമിനെ കുറിച്ചാണോ? ഹിമ, മാറി നിൽക്ക്. हिंदू और मुस्लिम, आपका ना बोलिए, आपका धर्म मानिए. अरे हिंदुआ, ഞാൻ ഹിന്ദുവാ. യെസ്, ഓക്കെ. പഹൽഗാം ഭീകരാക്രമണം അല്ലേ, അതായിരുന്നു തീമ. എങ്ങനെയാണ് അങ്ങനെ ഒരു വിഷയത്തിലേക്ക്, ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? ലക്ഷക്കണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് കൊല്ലപ്പെടുന്നത്. ആ ദുരിതം പേര് ഇന്നും മനോദരിപ്പിച്ച് ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ആയുധമല്ല, ഡയലോഗാണ് വേണ്ടത്. അപ്പൊ അസാധ്യമായ അഭിനയം എന്ന് പറയേണ്ടത് ആരാ പരിശീലിപ്പിച്ച? അമ്മയും അച്ഛനുമാണ്. അമ്മയും അച്ഛനും കൂടിയാണ്. ഓക്കെ. മോളെ പത്മ, ഓൾ ദി ബെസ്റ്റ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു. അപ്പൊ അവസാനത്തെ കലോത്സവമാണ്. ഇനി സോൺ കലോത്സവങ്ങളിൽ കാണാം, യൂണിവേഴ്സിറ്റി തലത്തിൽ കാണാം അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഏതായാലും പത്മയുടെ ഒരു മാസ്മരിക പ്രകടനമാണ് നമ്മൾ കണ്ടത്.